ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടി ഓരോരോ സമുദായം ഓരോരോ വ്യക്തിക്ക് വേണ്ടി സൃഷ്ടിച്ച പദ്ധതികളാണ് ഇന്ന് ഇവിടെ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇതിന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഒരു രാഷ്ട്രീയം, പെർഫോമൻസിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ BJP NDA ഒരു വശത്തും മറുവശത്ത് കോൺഗ്രസും CPM-ന്റെ രാഷ്ട്രീയത്തിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരം, വികസനം എന്ന ജനമവകാശം സൃഷ്ടിക്കാൻ ഒരു അവസരം, നാടിനെ നന്നാക്കാൻ ഒരു അവസരം, നമ്മുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു അവസരം, നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവർക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഞങ്ങളുടെ കുടുംബത്തിന് നന്നാക്കാനോ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് ഗുണം ചെയ്യാനോ അല്ല. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം, നമ്മൾ തമ്മിൽ വ്യത്യാസം, ഈ രണ്ട് മുന്നണികൾ, ഒരു വശത്ത് കോൺഗ്രസും CPM-ഉം മറുവശത്ത് NDA BJP-യും, ഇതിലെന്താണ് വ്യത്യാസം? ഈ വ്യത്യാസം ഇതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം, ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഒരു MLA ജനങ്ങൾ വോട്ട് കൊടുത്ത് ജനങ്ങളെ വോട്ട് നേടി ഒരു MLA ആവുമ്പോൾ MLA-ൻ്റെ കടമ എന്താണ്? ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഒരു MLA-ൻ്റെ കടമ ആ നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആണ് അദ്ദേഹത്തിൻ്റെ കടമ. ആ നാടിനെ നന്നാക്കാൻ, ആ നാടിൻ്റെ കുട്ടികളെ ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ആ MLA-ൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ്. ഇത് ചെയ്യാണ്ട് ഉപദേശം തരിക, ഏതെല്ലാം കാര്യങ്ങളും വിവാദങ്ങൾ ജനങ്ങൾ ശ്രദ്ധ തിരിക്കുക, അതല്ല MLA-ൻ്റെ ജോലി. ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം കൊടുക്കുമ്പോൾ MLA ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഞാൻ ഇവിടെ എന്തിനു വന്നു, എന്തിന് ഈ അദാലത്ത് നടത്തി പാർട്ടി മുന്നണി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയും 10 കൊല്ലമായി ഒരു MLA അല്ലേ? ആ MLA നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രിക്ക് ഇന്നും ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, ഇവിടുത്തെ വീടില്ലായ്മ, തൊഴിലില്ലായ്മ, സ്കൂളുകൾ തകർന്നു കിടക്കുന്നു, എത്രയോ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ട് പ്രോജക്റ്റ് എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ എന്തിനാണ് MLA ആവുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ MLA ആവുന്നത്?